ഒരു ബോംബ് അല്ലെങ്കിൽ 2 ബോംബ് കിടപ്പുണ്ട്, ക്ലിയർ ചെയ്യണം. എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. എല്ലാവർക്കും ഭാര്യമാർ കാണും, അല്ലെങ്കിൽ ഒരാൾ കട്ടാമ്പ് വലിക്കും, അല്ലെങ്കിൽ ഒരു അമ്മ കാണും, വയസ്സായ അപ്പം കാണും. പക്ഷെ എല്ലാവരും പോയല്ലോ ഒക്കത്തുള്ളൂ. ഞാനാണ് തീരുമാനിക്കുന്നത് ആരാ പോകേണ്ടത്. ഇത് അസാധാരണമായ ഒരു അനുഭവ വിവരണമാണ്. റിട്ടയേർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിവിധ തലങ്ങളിൽ 36 വർഷം പ്രവർത്തിച്ചയാൾ. ഒരാളെ ഞാൻ ജയിലിലയക്കുകയാണ്. അയാളുടെ ജീവിതം തകർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. തകർത്തത് വേറെ ആരെങ്കിലും, അതിൻ്റെ വേർഡിക്റ്റ് കൊടുത്തത് ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് അയാളെ കൊന്നത്? ഇനി കിട്ടിയാലും ഞാൻ കൊല്ലും. എനിക്ക് 3 പേര് ബാക്കിയുണ്ട്, അവരെ കൂടെ കൊല്ലണം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിലും കാശ്മീരിലും കാർഗിലിലും തുടങ്ങി ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ വരെ സേവനമനുഷ്ഠിച്ച ഓഫീസർ. കാർഗിലിലെ മൗണ്ടൻസിന് പ്രശ്നമുണ്ട്. എക്കോ ഡൂം നടന്നു കേൾക്കും, പിന്നെ ഡും 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 അവിടെ നിന്നൊക്കെ ശബ്ദം, വിസിലടിക്കുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ ജമ്പ്, ഞങ്ങൾ 2 കൂടെ പിറ്റകത്തോട് ചാടി. 4ാമത്തെ 5ാമത്തെ ഭിത്തിന്ന് പൊട്ടി. ആ കാലത്തെ അതിശയകരമായ കഥകൾ പങ്കുവയ്ക്കുകയാണ് മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോ. 87-88 ഒരു ക്യാപ്റ്റൻ ചാക്കോ ഓർഡിനൻസിലെ ഉണ്ടായിരുന്നു, അറിയാമോ? ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ചാക്കോ. ഞാൻ ഈ പറഞ്ഞതും ഈ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ നിലവിളിച്ച് കരയുന്നു. അപ്രതീക്ഷിത സംഭവങ്ങൾ. ഈ ടെക്നിക്കൽ ഏരിയയിൽ ഓഫീസറും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാനുള്ള പെർമിഷനുള്ളൂ. അവിടെ പോയി അദ്ദേഹം രാവിലെ എല്ലാം സെറ്റപ്പ് ചെയ്യാൻ പോയതാണ്. എന്തോ പറ്റി, ആക്സിഡൻ്റായി, ബ്ലാസ്റ്റായി. എല്ലാവരും ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടു. ബോംബുകളുടെ ലോകം. കാർഗിലിലെ ഒരു അമ്യൂണിഷൻ പോയിന്റ് പാകിസ്ഥാൻ ബോംബിട്ട് എല്ലാം തകർത്തായിരുന്നു. അതിനെ ക്ലിയർ ചെയ്യണം. ഒരു ദിവസം പോയ ഗ്രൂപ്പിൽ ഇതെടുത്തപ്പം പൊട്ടി. ആ എടുത്ത ആൾ മരിച്ചു. അതോടെ യൂണിറ്റിൽ മൗനമായി, മൂകതയായി. ഉള്ളുലച്ച അനുഭവങ്ങൾ. എനിക്ക് വളരെ ദുഃഖത്തോടെ പറയണം, ഞങ്ങൾക്ക് നിങ്ങളുടെ മകനെ രക്ഷിക്കാനായില്ല. ഒരു കുടുംബത്തിൽ മരണദൂതനായി എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലവിളി എൻ്റെ ചെവിയിൽ നിന്ന് മാറിയിട്ടില്ല. റിട്ടയേർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ ചാക്കോയുടെ പട്ടാള ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു. സൈന്യത്തിൻ്റെ സേവയ്ക്ക് പല മുഖങ്ങളുണ്ട്. സാധാരണ മനുഷ്യർ വിചാരിക്കുന്നത് പോലെ ഒരു ഓഫീസർ രാവിലെ എണ്ണിച്ച് സല്യൂട്ട് കിട്ടി, വൈകുന്നേരം തിരിച്ചു വന്നു, പാർട്ടിക്ക് പോയി എന്നൊക്കെ ആൾക്കാർ വിചാരിക്കുമെങ്കിലും നമ്മളുടെ ഓഫീസറിൻ്റെ ലൈഫിൽ, ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പല സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തതുമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇന്ന് 11 ഓഗസ്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്ത 2 സംഭവങ്ങൾ നടന്ന ദിവസമാണിന്ന്. 2007 10 ഓഗസ്റ്റിന് വൈകുന്നേരം എനിക്ക് ഒരു ഫോൺ വന്നു കാശ്മീരിൽ നിന്ന്. വന്നത് എൻ്റെ പഴയൊരു ജൂനിയറായിരുന്ന ഒരു മേജർ തരുൺ കുമാറിൻ്റെ ഫോണായിരുന്നു. കുറച്ച് നാളായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. ഞാൻ ട്രെയിൻ ചെയ്ത ആളാണ്. പുള്ളിക്കാരൻ എക്സ്പ്ലോസീവ്സിൽ സ്പെഷ്യലൈസ് ട്രെയിനിങ് എടുത്തിട്ട് കാശ്മീരിലെ ഒരു അമ്യൂണിഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ, ഈ എക്സ്പ്ലോസീവ്സ് നോക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ട്രാൻസ്ഫർ ആയിപ്പോയി. അദ്ദേഹമാണ് അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചത്. വളരെ നാൾക്ക് ശേഷം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്രയും താമസിച്ചിട്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല സർ, സാറിനോട് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യയും ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഫോൺ വെക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, സർ നാളെ രാവിലെ എനിക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, തരുൺ, ഈ ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്, ചെയ്യേണ്ട രീതിയുണ്ട്. അതിൽ നിന്ന് ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും മാറാതെ തന്നെ ചെയ്യണം. കാരണം എക്സ്പ്ലോസീവ്സ് ക്ഷമിക്കുന്ന സംഭവമല്ല. ഒരു കൈയബദ്ധം വന്നാൽ അതിൻ്റെ വരുന്ന വിനാശം നമ്മൾക്ക് ആലോചിക്കാൻ പോലും ഒക്കത്തില്ല. എന്നോട് അദ്ദേഹം
പ്രോമിസ് ചെയ്തു, സർ നോ പ്രോബ്ലം, ഞാൻ അതുപോലെ ചെയ്യുന്നു. രാത്രി 12:30 ആയപ്പോൾ 11-ാം തീയതി എനിക്ക് എൻ്റെ യൂണിറ്റിൽ, ഞാൻ അന്ന് സെക്കൻഡറാബാദിൽ ഒരു ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ചീഫ് ട്രെയിനറാണ്. ഞാൻ അന്ന് കേണലാണ്, കമാൻഡൊക്കെ കഴിഞ്ഞ് വന്ന സമയമാണ്. എനിക്ക് രാത്രി ഒരു ഫോൺ, സർ ഒരു ബറ്റാലിയനിലെ ഒരു ഗാർഡിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, വളരെ സീരിയസ് ആണ്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ബറ്റാലിയൻ കമാൻഡറുണ്ട്, എനിക്ക് താഴെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം എന്നോട് പറഞ്ഞു, സർ ഇതൊരു മലയാളിയാണ്, അവിടെ ഇപ്പോൾ ഉള്ളവർക്കാർക്ക് മലയാളം അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആക്സിഡൻ്റ് അല്ലേ, ഡോക്ടറുണ്ടല്ലോ, നോക്കിക്കൊള്ളുന്നു. ഫോൺ വെച്ചു, കിടന്നു. എന്തോ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ ഉടനെ എൻ്റെ ബസർ ചെയ്തിട്ട് എൻ്റെ ഡ്രൈവറെ വിളിച്ചു, കാറ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കാറുമായി ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ചെന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഈ പയ്യൻ്റെ നില വളരെ ക്രിട്ടിക്കലാണ്. അവിടെ ഡോക്ടേഴ്സ് പരിശ്രമിക്കാൻ എങ്കിലും രക്ഷിക്കാൻ വേണ്ടി. പുള്ളിക്കാരൻ, ഈ പയ്യൻ ഗാർഡ് നിന്നപ്പോൾ മേലിൽ നിന്ന് മരത്തിൻ്റെ ബ്രാഞ്ച് ഒടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലൂടെ തുളച്ച് അകത്ത് കയറി ഈ ബ്രാഞ്ച് തറയിൽ കുത്തി നിൽക്കുകയായിരുന്നു. അതായത് അകത്തിനെ കുത്തി പുള്ളിക്കാരനെ അവിടെ പിൻ ചെയ്തിട്ടേക്കുക. അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പം വീട്ടിൽ പറയണം. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ഓഫീസറോട് പറഞ്ഞു, അവർ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അറിയിക്കുക. അപ്പോൾ പറഞ്ഞു, സർ ഇത് കൊട്ടാരക്കരയുള്ള അവരെ പറയുന്ന കൊട്ടാരക്കര എന്നായിരിക്കും പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് കൊട്ടാരക്കരയാണെന്ന്. അവിടെ നിൽക്കുന്ന ആർക്കും മലയാളം അറിയാൻ വയ്യ. ഞാൻ ചോദിച്ചു, നമ്പർ കൊണ്ടുപോവാ. അപ്പം അവൻ്റെ ഫയൽ കൊണ്ടുവന്നു, നോക്കി. അപ്പം അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു സിസ്റ്ററുണ്ട്, ഈ പയ്യനുണ്ട്, ആകെ ഒരു മകൻ, പിന്നെ ഒരു മകൾ. ഞാൻ ഫോൺ എൻ്റെ ഇതിൽ നിന്ന്, മൊബൈലിൽ നിന്ന്, അന്ന് ഈ പോസ്റ്റ് പെയ്ഡ് ഒന്നുമില്ല, കൊച്ചു നോക്കിയ ഫോണാണ്, പെട്ടെന്ന് ചൂടാകും. ഞാൻ വിളിച്ചു, ലാൻഡ് ലൈനിലാണ് ഞാൻ വിളിച്ചത്. അപ്പം 2-3 റിങ് ആയപ്പം രാത്രി 12 കഴിഞ്ഞു. ഈ പെൺകുട്ടി വന്ന് ഫോൺ എടുത്തു, സഹോദരി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണോ പേര്, അതാണോ സംസാരിക്കുന്നത്, ഇന്നയാളുടെ സിസ്റ്റർ അല്ലേ? അപ്പം അതെ, ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പയ്യൻ്റെ ഒരു സുഹൃത്താണ്, അവരൊരു കൊച്ചു ആക്സിഡൻറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അകത്ത് നിന്ന് അച്ഛൻ, നീ ആരോടെ രാത്രി സംസാരിക്കുന്ന, ദേഷ്യപ്പെട്ട് പുള്ളി ഇറങ്ങി വന്നു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനാണ്, എന്തോ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഫോൺ വാങ്ങിച്ച് കാണും. ആരാ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജേക്കബ് തരകൻ എന്നാണ്, ഞാൻ നിങ്ങളുടെ മകൻ്റെ സുഹൃത്താണ്, ഞാൻ മലയാളിയാണ്. അദ്ദേഹം ഉടനെ പറഞ്ഞു, അങ്ങനൊരു സുഹൃത്തിനെ പറ്റി അവൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ സീനിയർ ഓഫീസറാണ്, അവനൊരു ആക്സിഡൻറ്റ് പറ്റി മലയാളികൾ അടുത്തെങ്ങും ആരും ഇല്ലാത്തത് കൊണ്ട് എന്നെ വിളിച്ചു, അത് ഞാൻ വന്നതാണ്. ഇത് കേട്ട അമ്മ അവിടുന്ന് എൻ്റെ മോനേന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ഇപ്പോൾ വീട്ടിൽ ബഹളമായി, എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആക്സിഡൻ്റാണ്, ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നു, ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. സാറേ ഫോൺ വെക്കരുത്, ഫോൺ വെച്ചാൽ ഇവിടെ 3 പേര് മരിച്ചു വീഴും, ദയവ് ഇത് ഫോൺ വെക്കരുത്. മണി 1 ഇനി എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾ പോയി വെള്ളം കുടിച്ച് മുഖം കഴിയുക, ഞാനും ഒന്ന് വെള്ളം കുടിച്ചു. ഇല്ല സാറേ ഫോൺ വെക്കരുത്, ഞാനിവിടുന്ന് മാറത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അടുത്തുള്ള ആരെയും വിളിക്കുക, എന്നിട്ട് നിങ്ങൾ ഫോൺ കൊടുക്കുക, ഞാൻ വിടത്തില്ല, ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കാം, വർത്തമാനം പറയാം. അപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, ഈ പയ്യൻ മരിച്ചു എന്ന്. അപ്പം ഈ മനുഷ്യൻ്റെ സഹോദരനാണ് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത്. അയാൾ വന്നു, അയാൾക്ക് ഫോൺ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ ഞാൻ ഈ സെൻറ്ററിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ്, ഈ പയ്യൻ മരിച്ചു, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ പറയാം, നിങ്ങളവിടെ നിൽക്കണം, അത് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പോയി 2 മിനിറ്റിനകം തിരിച്ചു വന്നു, ഫോൺ വാങ്ങിച്ചു. സാറേ എന്തുവായി? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ദുഃഖത്തോടെ പറയണം, ഞങ്ങൾക്ക് നിങ്ങളുടെ മകനെ രക്ഷിക്കാനായില്ല. അന്ന് രാത്രിയിൽ ഒരു കുടുംബത്തിൽ മരണദൂതനായി എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലവിളി അന്നും ഇന്നും എൻ്റെ ചെവിയിൽ നിന്ന്
മാറിയിട്ടില്ല. ഒരുപക്ഷെ ആ കരച്ചിൽ ഞാൻ മരിക്കുമ്പോഴായിരിക്കും മാറുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് ഞാൻ മറ്റുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് ഈ ബോഡി എത്തിക്കാൻ വേണ്ടി അന്ന് തന്നെ എത്തിക്കാൻ വേണ്ടി ഉള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു. 4-4:30 വരെ ഞാൻ ഈ കുടുംബത്തോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഫോൺ ചൂടാകുന്നു. അപ്പോൾ എൻ്റെ ഓർഡറിൽ വന്നൊരു തണുത്ത തുണി വെച്ച് അതിനെ തണുപ്പിക്കുന്നു. ഞാൻ വർത്തമാനം അന്ന് റീചാർജ് ചെയ്യണം. അപ്പോൾ വേറെ ആരാണ്ട് പോയി റീചാർജ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് 7 മണിയുടെ ഫ്ലൈറ്റിൽ ഹൈദരാബാദിൽ നിന്ന് ഈ ബോഡി ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. അത് രാത്രി ഉറങ്ങിയിട്ടില്ല. അന്ന് എൻ്റെ യൂണിറ്റിൽ 2 മേജർ ഇവൻ്റ് നടക്കാനുണ്ട്. അതിൻ്റെയൊക്കെ മെയിൻ ആൾ ഞാനാണ്. അപ്പോൾ അതൊക്കെ പോയി 2-3 മീറ്റിംഗ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് 12:00 ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു. അപ്പം പകൽ മൊത്തം ബിസിയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓഫീസിലെ ടി വിയിൽ ഇങ്ങനൊരു ടിക്കർ, എക്സ്പ്ലോഷൻ ഇൻ കാശ്മീരിൽ പൊട്ടിത്തെറിച്ചു, സൈന്യത്തിൻ്റെ അമിനേഷൻ ഒരു പൊട്ടിത്തെറി. ഞാനത് കണ്ടു, പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല, വന്നു. തലവേദനയായി. ഞാൻ തിരിച്ച് വന്നപ്പം എൻ്റെ വൈഫ് ആനി പറഞ്ഞു, അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നല്ലോ കാശ്മീരിൽ, അത് ഏത് യൂണിറ്റാണ്? ഞാൻ പറഞ്ഞു, കൂട്ടാ എനിക്ക് സമയമില്ല, എനിക്ക് വയ്യ, എനിക്ക് ലഞ്ച് തലവേദന എടുക്കുന്ന ഒരു മരുന്ന് ഞാൻ ലഞ്ച് കഴിച്ചു, മരുന്ന് കഴിച്ചു, കിടന്നു, ഉറങ്ങി. 1 മണിക്ക് കിടന്നാണ്. ഒരു 3 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടെ എനിക്ക് തോന്നി, അയ്യോ ഇത് ബ്ലാസ്റ്റ് കാശ്മീരിലല്ലേ, തരുൺ അവിടെ അല്ലേ. ഞാൻ ഉടനെ എണ്ണിച്ചു, മൊബൈലെടുത്തു, തരുണിൻ്റെ നമ്പറിൽ ഫോൺ വിളിച്ചു. 1 മിസ് കോൾ, 2 മിസ് കോൾ, 3, 4, 5. 6ാമത്തെ കോള് പോയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ പേടിച്ചതെല്ലാം നടന്നു എന്നുള്ളത്. ഞാൻ ഉടനെ എൻ്റെ ആർമി ലൈനിൽ ഫോൺ വിളിച്ചു, ശ്രീനഗറിൽ വേറെ യൂണിറ്റിലോട്ട്. അവിടുത്തെ കമാൻഡൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, സർ അൺഫോർച്ചുനേറ്റ്ലി, ദുർഭാഗ്യവശാൽ രാവിലെ തരുൺ ഡെമോൺസ്ട്രേഷന് പോകുന്നതിന് മുമ്പ് എല്ലാം സെറ്റപ്പ് ചെയ്യാൻ പോയതാണ്. എന്തോ ആക്സിഡൻറ്റ് നടന്നു. പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. 10-12 പേരാണ് അകത്ത് പോയിട്ടുള്ളത്. ആരും തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴും ബ്ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ വയ്യ. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അമിനേഷൻ വെക്കുന്ന സ്ഥലത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ എക്സ്പ്ലോസീവ് വെക്കുന്ന ഒരു ടെക്നിക്കൽ ഏരിയ ഉണ്ട് അവിടെ, ഒന്ന് പുറത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. ഈ ടെക്നിക്കൽ ഏരിയയിൽ ഓഫീസറും ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പോകാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ പെർമിഷനുള്ളൂ. അവിടെ പോയി അദ്ദേഹം രാവിലെ എല്ലാം സെറ്റപ്പ് ചെയ്യാൻ പോയതാണ്. എന്തോ പറ്റി, ആക്സിഡൻ്റായി, ബ്ലാസ്റ്റായി. ഒന്ന് ബ്ലാസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെയിനായിട്ട് ഒരു ശൃംഖലയായി പല ആയി അവിടെ നടന്ന എല്ലാവരും ഈ ബ്ലാസ്റ്റിൽ ഉൾപ്പെട്ടു. ഒരു മനുഷ്യൻ എങ്ങനോ അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം വന്ന് പറഞ്ഞു, സർ ആരും രക്ഷയില്ല, എല്ലാവരും അകത്താണെന്ന് പറഞ്ഞു. ഇത് 11-ാം തീയതി ഉച്ചയോടെ കൺഫേമായി. ഇവരെല്ലാം അകത്താണ്, ആരും പുറത്ത് വന്നിട്ടില്ല. ആർക്കും അകത്തോട്ട് പോകാൻ വയ്യ. കാര്യം അവിടുന്ന് അമിനേഷൻ്റെ ഡംപ് ചെയ്ത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 12-ആയി. 13-ാം തീയതി ബ്ലാസ്റ്റ് എല്ലാം നിന്നപ്പോൾ ചെന്ന് കയറി അപ്പോൾ തരുണിൻ്റെ താഴത്തെ ഭാഗമില്ല, മേലത്തെ ഭാഗം മാത്രമേ ബാക്കിയുണ്ട്. കഥയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ബാക്കിയാണ് സങ്കടം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞാനും വളരെ സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ മകളുടെ പ്രായം കാണും. അവർക്കൊരു രണ്ടാമത്തെ കുഞ്ഞ് പ്രസവിച്ച സമയമായിട്ടുള്ളൂ, 2-3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചു. ഋതു എന്നാണ് പേര്. ദുഃഖം വാക്കുകൾ കൊണ്ട് പറയാതെ, സൈലൻസ് കൊണ്ട്, അതായത് നിശബ്ദത കൊണ്ട് ദുഃഖം എങ്ങനെ മനുഷ്യനെ അറിയിക്കും, അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ തീഷ്ണത ഞാൻ അന്ന് മനസ്സിലാക്കിയത് ഈ പെൺകുട്ടിയുടെ ഏങ്ങൽ കൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്നും ഫോൺ വിളിക്കും. അവരുടെ പേപ്പേഴ്സ് എല്ലാം തയ്യാറാക്കി ആ കുട്ടിയെ അവിടുന്ന് ഡൽഹി കൊണ്ടുവന്ന് അവരെ വീട്ടിലാക്കി ജോലിക്ക് കയറി എന്നും ഞാൻ ഫോൺ വിളിക്കുമായിരുന്നു, രാവിലെ വൈകുന്നേരം. പിന്നെ പതുക്കെ 2-3 ദിവസം കൂടുമ്പം ഞങ്ങൾ സംസാരിക്കും. പിന്നെ ആഴ്ചയിൽ 1-ആയി,
പിന്നെ മാസത്തിൽ 2 അങ്ങനെ പുള്ളിക്കാരി ഋതു ഫുള്ളി സെറ്റിൽഡായി. അതിനിടയ്ക്ക് എൻ്റെ പ്രൊമോഷനായി. ഞാൻ ബ്രിഗേഡിയറായിട്ട് മഥുര സ്ട്രൈക്ക് കോറിൽ അവിടെ പോയി ലോജിസ്റ്റിക്സിൻ്റെ ചാർജ് എടുത്തു. ജൂണിൽ ഞങ്ങൾ രാജസ്ഥാനിലെ മരുഭൂമിയിലേക്ക് ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ്റെ പ്രാക്ടീസ്, അതായത് അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ ആർമഡ് ഒരു കോറിൻ്റെ ഒത്തിരി ടാങ്കും അതെല്ലാം കൊണ്ട് മുമ്പോട്ട് പോകുന്ന അതിന് എക്സസൈസ് പ്രാക്ടീസിനായിട്ട് ഞങ്ങളവിടെ പോയി. അപ്പോൾ എൻ്റെ ജോലി അത് ഈ അമ്യുനേഷൻ ചെയിൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു എൻ്റെ ഫോണിൽ. നോക്കിയപ്പോൾ ഋതു. ആ കുട്ടി എന്നെ ഒരിക്കലും പകൽ വിളിക്കത്തില്ല, ഒന്നിൽ രാവിലെ വിളിക്കും അല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കും. അപ്പോൾ അതൊരു അസമയത്ത് കോളായപ്പം എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ട്. ഞാൻ ഫോൺ എടുത്തു. ഋതു പറഞ്ഞു, ബ്രിഗേഡിയർ, എനിക്ക് ക്യാൻസറാണ്, ഒവേറിയൻ ക്യാൻസർ. എങ്ങനെ സമാധാനിപ്പിക്കും, എന്ത് പറയണം എന്നറിയാൻ വയ്യാതെ ഞാൻ കുറച്ച് നേരം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സസൈസ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ആ കുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നു. 2-3 ദിവസം താമസിച്ചു. ഞങ്ങൾ ഒത്തിരി ക്ലോസായി. പിന്നെ ആ കുട്ടിക്ക് കീമോതെറാപ്പി കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു റിലാപ്സായി, 2 ഞാനും എൻ്റെ ഭാര്യയും ആ കുട്ടിയെ കാണാൻ പോയപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു നിമിഷം ഒന്ന് കരഞ്ഞു. പിന്നെ ചിരിച്ചുകൊണ്ടെല്ലാം സന്തോഷം എല്ലാം വർത്താനം പറഞ്ഞു. 2017 ഞാൻ റിട്ടയറായി. 2017 നവംബർ ഡിസംബറിൽ എന്നെ ആ കുട്ടി വിളിച്ച് പറഞ്ഞു, അത് ഞാൻ ജനറൽ, എനിക്ക് വയനാട്ടിൽ ഏതൊരു വൈദ്യനുണ്ട് ഒറ്റമൂലി തരുന്നത്, എനിക്ക് അവിടെ പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ അതുമെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ കുട്ടി അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. തിരിച്ച് ബാംഗ്ലൂർ വന്നു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സമയം എടുത്തു. പിന്നെ അടുത്ത കീമോയ്ക്ക് പോയി. ജൂലൈ അവസാനം എന്നെ വിളിച്ച് പറഞ്ഞു, ജനറൽ, എനിക്ക് താങ്കളുടെ കൂടെ വന്ന് 2 ദിവസം താമസിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഋതു വെൽക്കം, ഞാൻ വരാം, പിക്കപ്പ് ചെയ്യാം. ഇല്ല, എനിക്ക് സ്വയം വരണം. ഇപ്പം കീമോ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെബിലൈസ് ആയിട്ടില്ല, എനിക്ക് ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ട്. നമ്മൾ ശരി, സമയം കിട്ടുമ്പം വാ. ഓഗസ്റ്റ് 3, 2018 രാവിലെ 10 മണിക്ക് എനിക്ക് ഒരു മെസ്സേജ് വരുന്നു, ഋതു മേനീസ് ഫ്യൂണറൽ ടുഡേ at 3 o'clock. തീരാത്ത വേദനയായിട്ട് നിൽക്കുന്ന ഈ 3 വ്യക്തികൾ, ഒരുപക്ഷെ ആ പട്ടാളക്കാരൻ, ആ ട്രെയിനെ ഞാൻ ഒരിക്കൽ പോലും പേഴ്സണലി വ്യക്തിപരമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആ മരിച്ച പട്ടാളക്കാരൻ്റെ ഫാമിലിയെ കണ്ടിട്ടില്ല. പക്ഷേ അഗാധമായ ഒരു ബന്ധം, അത് എൻ്റെ സ്വന്തം മകൻ പോയതുപോലെ, ഇതെൻ്റെ സ്വന്തം അനിയൻ മരിച്ചതുപോലെ, എൻ്റെ സ്വന്തം മകൾ പോയതുപോലെ ഒരു ഫീലിംഗ്. ഞാനീ പറഞ്ഞത് കേരളത്തിലുള്ള മിക്കവർക്കും കരസേന അല്ലെങ്കിൽ സേനയിലെ ആൾക്കാരെ പറ്റിയോ അവിടെയുള്ള ബന്ധങ്ങളെപ്പറ്റിയോ അവരുടെ മനസ്സിനെ പറ്റിയോ അവരുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിവില്ലാത്തൊരു സമൂഹമാണ്. മേജറും ഹവിൽദാർ മേജറും ജനറലും തമ്മിൽ വ്യത്യാസം പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു സമൂഹമാണ് നമ്മളുടേത്. കാര്യം നമ്മൾക്കറിയത്തില്ല. ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കുറച്ച് വേദനകളും കുറച്ച് സന്തോഷങ്ങളും കൊച്ചു പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്നവരാണ്. ഇന്ത്യയിൽ PTSD, അതായത് പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്നൊരു രോഗം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അറിയപ്പെടാത്തതാണ്. പക്ഷേ ഇന്ന് ഒരു പക്ഷേ ഒട്ടുമിക്ക പട്ടാളക്കാർക്കും, അത് ജവാൻ തൊട്ട് ജനറൽ വരെ, അവർക്കെല്ലാവർക്കും PTSDയുടെ ഒരു പ്രയാസം കാണും എന്നുകൂടി നമ്മൾ അവരോട് വർത്തമാനം പറയുമ്പോൾ, അവരുടെ ചില പ്രത്യേക രീതികളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം. അവർ വന്ന വഴികൾ, അവരനുഭവിച്ച വേദനകൾ, പോയിട്ടുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഇത് അവരെയൊക്കെ വ്യക്തിപരമായി അവരെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. ഇത് 2016 അവസാനം ഞാൻ ജനറലായിരുന്നു, മേജർ ജനറലായിരുന്നു. ഒരു ഇൻസ്പെക്ഷൻ വിസിറ്റിന് വേണ്ടി ഊഞ്ചി ബസി പഠാൻകോട്ടിനടുത്തുള്ളൊരു സ്റ്റേഷനിൽ, അതായത് മിലിറ്ററി സ്റ്റേഷനിൽ ഞാൻ പോയി. അപ്പോൾ വൈകുന്നേരം ഒരു പാർട്ടിയാണ്, ഞാനാണ് ചീഫ് ഗസ്റ്റ്. അപ്പം അവിടെ ചെന്നു.
എന്നെ റിസീവ് ചെയ്തു. ഞാൻ ചെന്നു, അവിടെ ആൾക്കാരെ പരിചയപ്പെട്ടപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി, വളരെ സൂക്ഷിച്ച് നോക്കി. അപ്പം ഞാൻ ഹലോ മാം എന്നൊക്കെ പറഞ്ഞ് അടുത്ത ആളെ പോയി കണ്ടു. അപ്പം എനിക്ക് തോന്നി ഈ സ്ത്രീ എന്നെ തന്നെ പിന്നെയും തുറിച്ച് നോക്കുന്ന പോലെ. അപ്പം ഞാൻ തിരിച്ച് അവരിലേക്ക് ചെന്നു. മാം എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? സാധാരണ പാർട്ടിക്ക് പോകുമ്പോൾ ആൾക്ക് പ്രയാസമുണ്ടെങ്കിലോ പോസ്റ്റിംഗ് വേണമെങ്കിലോ ഒക്കെ പറയും. അപ്പം ഞാൻ ചോദിച്ചു, മാം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഒരു ക്യാപ്റ്റൻ ചാക്കോയെ അറിയാമോ? ഞാൻ പറഞ്ഞു, മാം എനിക്കിപ്പം ഉള്ള ക്യാപ്റ്റൻ ചാക്കോ അറിയാൻ പോയാൽ ഞാൻ ജനറൽ ചാക്കോ ആണ്. ഇല്ലില്ല, 87-88 ക്യാപ്റ്റൻ ചാക്കോ ഓർഡിനൻസിലേ ഉണ്ടായിരുന്നു, അറിയാമോ? അപ്പം ഞാൻ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ചാക്കോ. നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് ഞാൻ കാണാത്തൊരു വ്യക്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും? എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ മനസ്സിലായോ? അപ്പം ഞാൻ ചോദിച്ചു, മാം നമ്മൾ ഒരുമിച്ച് ട്രെയിനിൽ ട്രാവൽ ചെയ്താണോ? രംഗ്യായിൽ നിന്നും തേസ്പൂരിന് പോകുന്ന ട്രെയിനിൽ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്താണോ? അതെ. എങ്കിൽ ഞാൻ തന്നെ ക്യാപ്റ്റൻ ചാക്കോ. ഞാൻ ഈ പറഞ്ഞതും ഈ സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ നിലവിളിച്ച് കരയുന്നു. ഓർത്തുകൊള്ളണം, ഇതൊരു പാർട്ടിയാണ്. ആ സ്റ്റേഷനിലെ എല്ലാ ഓഫീസേഴ്സും ഭാര്യമാരും ഒക്കെ ഉണ്ട്, മറ്റുള്ള ഓഫീസേഴ്സ് ഉണ്ട്. ബാൻഡ്, മിലിറ്ററി ബാൻഡ് അവിടെ പ്ലേ ചെയ്യുന്നു. ഈ നിലവിളി കേട്ട് എല്ലാം പെട്ടെന്ന് നിശബ്ദമായി നിർത്തി. ഉടനെ എല്ലാവരും നോക്കി. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ഓടി വന്നു, എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറഞ്ഞു ഭർത്താവിനോട്, ഇത് മനസ്സിലായോ ആരാണെന്ന്? ക്യാപ്റ്റൻ ചാക്കോ. അപ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടി, സർ ഹൗ ആർ യു സർ? ആ സ്ത്രീ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു, ഇതെൻ്റെ ദൈവമാണ്, എന്നെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. ഞാൻ 87 മെയ് തൊട്ട് എൻ്റെ പ്രാർത്ഥനയാണ് ഈ ദേഹത്തെ ഒന്നുകൂടെ എവിടെങ്കിലും മരിക്കുന്നതിന് ഒന്ന് കാണിച്ചു തരണമെന്ന്. 87 മുതൽ 2017 എന്നും രാവിലത്തെ പ്രാർത്ഥനയിൽ ഇദ്ദേഹത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൗതുകമായി എന്ത് പറ്റി എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ചുമ്മാ അത് സംഭവമായിരുന്നു, ഞാനൊന്നും ചെയ്തില്ല. അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞു, അല്ല, ഞങ്ങൾ പോയ ട്രെയിൻ കൊള്ളയടിക്കാൻ വേണ്ടി ആൾക്കാർ കയറി. ഈ സ്ത്രീയുടെ കഴുത്തിലെ മാല പിടിച്ച് ഓടി. അപ്പം ഭർത്താവ് ഓടി ഇറങ്ങിച്ചെന്നു. അപ്പോൾ ആൾക്കാരെല്ലാം അവിടെ കൂടി ട്രെയിൻ കല്ലെറിഞ്ഞു, ട്രെയിൻ പിടിച്ചു നിർത്തി തീ വെക്കാൻ നോക്കി. അപ്പം അന്ന് ഈ സ്ത്രീയെ ഞാനായിരുന്നു രക്ഷിച്ചത്. അപ്പോൾ എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്, അവരെ രണ്ടുപേരെ ഞാൻ മേളിൽ കയറ്റി. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പോയി, ഒത്തിരി കൊണ്ടുപോയി, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആൾക്കാർ വലിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ സ്ത്രീയെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും ഞാനാണ് രക്ഷിച്ചത്. അപ്പോൾ എനിക്കന്ന് ഒത്തിരി കുത്തൊക്കെ കൊണ്ടു, കത്തി കൊണ്ടല്ല, കമ്പൊക്കെ കൊണ്ട്, പിന്നെ കല്ലെറി ഒത്തിരി കൊണ്ടു. എന്നിലും ഈ സ്ത്രീയെ, എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഞാനാണ് രക്ഷിച്ചത്. അന്ന് ഞാൻ കേട്ട ഒരു വാചകമാണ്, എൻ്റെ പ്രാർത്ഥന 87 മുതലുള്ള പ്രാർത്ഥന, 88 മുതലുള്ള പ്രാർത്ഥന ഇന്ന് പൂർത്തിയായി. അപ്പോൾ ജീവിതത്തിൽ പല സംഭവങ്ങൾ നടക്കുമ്പോൾ എന്നെപ്പോലുള്ള വ്യക്തിക്ക് ഒരു സൈഡിൽ നിന്ന് വിശ്വാസം പോയപ്പോൾ ഈ സ്ത്രീക്ക് എന്നെ കണ്ടപ്പോൾ പുള്ളിക്കാരുടെ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ള വിശ്വാസം, ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ കരസേനയിൽ ഉദ്യോഗസ്ഥനായെന്നുള്ളതാണ്. ഖർദൂങ്കളേക്ക് 4 ബെൻഡിനപ്പുറം, 4-5 ബെൻഡിനപ്പുറത്ത് പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എന്തോ വന്ന് വീഴുന്നത് പോലെ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാൻ വയ്യ. സംഭവം മേലിൽ നിന്ന് ഡോസർ തെള്ളിയിട്ട് ഐസ് എല്ലാം കൂടെ ഞങ്ങളുടെ വണ്ടിയുടെ മേലിലാണ്. അപ്പോൾ അയാൾക്ക് വിളിച്ചത് കേൾക്കാൻ വയ്യ. അപ്പോൾ അയാൾ പിന്നെയും മേളിൽ നിന്ന് ഇങ്ങനെ ഐസ് ഇടുക. അപ്പോൾ നമ്മുടെ മേളിൽ ഇങ്ങനെ ഈ വണ്ടിയുടെ മേളിൽ ഐസ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ വണ്ടി അമരുന്നതറിയാം. അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി നീ ഇവിടെ തുറക്കാൻ നോക്ക്. അപ്പം ഡോറ് തുറക്കാൻ നോക്കിയിട്ട് ഒക്കുന്നില്ല. നീ ഗ്ലാസ് തുറക്കുക. അപ്പം ഗ്ലാസ് തുറക്കാൻ ഒക്കുന്നില്ല.